SLC 4 A+ വാങ്ങുമ്പോൾ കൊടുത്തോളി, നിങ്ങൾ പ്രോത്സാഹനമൊക്കെ കൊടുത്തോളി, പ്രോത്സാഹനം കൊടുത്തോളി. ഇസ്ലാമിക സമൂഹത്തിലെ പൂർവികരുടെ ചരിത്ര പറയണത് 15 വയസ്സാകുമ്പോഴേക്കും മതവിധി പറയുന്ന മഹാപണ്ഡിതനായി ഒരു ബാലൻ, നമ്മളെന്താ പറയാ, ചെറിയ കുട്ടിയല്ലേ മാറിയാരി ഇമാം ഷാഫി. എന്താ രഹസ്യം? ഉമ്മ മുലയൂട്ടുന്ന നേരത്ത് വുദൂ ചെയ്തിരുന്നു. കിതാബ് നോക്കിക്കോളിങ്ങള്. നമ്മളെ പെണ്ണുങ്ങൾ ഇത് പഠിക്കട്ടെ. ഇനിയെങ്കിലും ഉശിരുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ അറിവുകൾ നമ്മൾ ഉപേക്ഷിച്ച് പോയാൽ, നമ്മൾ പാശ്ചാത്യന്മാരുടെയും പൗരസ്ഥരുടെയും പിറകിൽ പോയാൽ ലോകത്തിന് വഴിവെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയൂല. എത്ര അത്ഭുതകരമായ കാര്യമാണ്. അപ്പൊ ഉള്ള സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുക, ബിസ്മി ചൊല്ലുക, ഇരുന്ന് ഭക്ഷണം കഴിക്കണം, ചൂടുള്ള ഭക്ഷണം കഴിക്കരുത്, അമിതമായി ചൂടുള്ള ഭക്ഷണം കഴിക്കരുത്, ചുട്ടുപൊള്ളുന്ന ഭക്ഷണം, ആവി പറക്കുന്ന ഭക്ഷണം കഴിക്കരുത്. സുന്നത്തിനെതിരാണ്, ആരോഗ്യത്തിനെതിരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കാര്യം അറിയാതെ ഭക്ഷണം കഴിക്കൂല. ഇതൊക്കെ ഉമ്മത്തല്ലാതെ വേറെ ആരാ പഠിക്കുക? ഈ ഉമ്മത്താണ് ഇത് പഠിക്കേണ്ടത്. 2 കാര്യങ്ങൾ അറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിൽ വെക്കപ്പെട്ട ഭക്ഷണത്തിലേക്ക് കൈനീട്ടൂല. ഒന്ന് അതിന്റെ ഫിഖ്ഹാണ്. ഇതെനിക്ക് ഹലാലാണോ ഹറാമാണോ എന്നറിയണം, ഫിഖ്ഹാണ്. രണ്ടാമത്തത് അതിന്റെ ആരോഗ്യ ശാസ്ത്രമാണ്, ഹെൽത്ത് സയൻസ്. ശരീരത്തിന് ഗുണം ചെയ്യുമോ ഇല്ലേ എന്നറിയാതെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മുടെ അവസ്ഥ എന്താ? പെപ്സി കിട്ടിയാലും കുടിക്കും, 7 അപ്പ് കിട്ടിയാലും കുടിക്കും, മിറണ്ട കിട്ടിയാലും കുടിക്കും, പപ്സ് കിട്ടിയാലും തിന്നും, ബർഗർ കിട്ടിയാലും തിന്നും, ഷവർമ കിട്ടിയാലും തിന്നും, എന്ത് കിട്ടിയാലും. ഇതിപ്പോ എന്താ സാധനം? ഇത് പുതിയ സാധനമാണ്. ഇത് തടിക്ക് ചേരോ ഇല്ലെന്നൊന്നും ആരും നോക്കണില്ല. പറഞ്ഞ മനസ്സിലായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കാര്യങ്ങൾ അറിയാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ദിവസം ഒരു വീട്ടിൽ അതിഥിയായി പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട്ടിൽ അതിഥിയായി പോയതാണ്. ആ വീട്ടുകാര് നല്ല ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. നല്ല ഗോതമ്പ് നുറിയില് ഒട്ടകത്തിന്റെ എല്ലൊക്കെ തറിച്ചിട്ടിട്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണം, ഹരീസ് എന്ന് പറയും അതിന്. നമ്മുടെ നാട്ടിലെ അലിസ, ബിരിയാണിക്ക് മുമ്പ് ഉണ്ടാക്കണ അലിസ നല്ല ഭക്ഷണമാണ്. പക്ഷെ തൊലി കളയാണ്ട് കുത്തിയ ഗോതമ്പ് കൊണ്ട് അലിസ ഉണ്ടാക്കണം, അപ്പോഴേ അത് ഗുണം ചെയ്യും. നമ്മുടെ നാട്ടിൽ അലിസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോതമ്പിന്റെ തൊലി കളയും. എന്നെക്കൊണ്ട് കാര്യമില്ല. ചുമ്മാ കുറച്ച് ഗോതമ്പ് കഴിച്ചു എന്നല്ലാതെ ഗുണം കിട്ടൂല. നമ്മൾ തവിട് പൂർണ്ണമായി നീങ്ങി അരിയാണ് കഴിക്കുന്നത്, പിന്നെ എങ്ങനെയാ ഗുണം കിട്ടുന്നത്? നമ്മൾ സത്യത്തിൽ പറഞ്ഞ എന്താ പഠിച്ചതൊന്നും പഠിച്ചില്ല. കിട്ടണൊക്കെ തിന്ന അല്ലേ, കിട്ടണൊക്കെ തിരിച്ചു കടിക്കാത്തൊക്കെ, നമ്മളെ നാട്ടിൽ പറയുന്ന വാക്കാണ്, തിരിച്ചു കടിക്കാത്തൊക്കെ കടിക്കും. ചേർന്ന തിന്നുന്ന നാട്ടിൽ പോയാൽ അതിന്റെ നടുക്കഷ്ണം തിന്നാന്നൊരു പ്രയോഗമുണ്ട് കണ്ണൂര്. ഇവിടെ ഉണ്ടോന്നറിയില്ല, നിങ്ങൾ തുടങ്ങണ്ട, ഞാൻ പറഞ്ഞ വകയിൽ. ചേരനെ തിന്നുന്ന നാട്ടിൽ പോയാൽ അതിന്റെ നടുക്കഷ്ണം തിന്ന. നാട് ഓടും അതിന് നടുക്കേ ഓടുക. ഒന്നും നമുക്ക് പറ്റിയതല്ല. നാട് ഓടാതിരിക്കുക ചെയ്യട്ടെ, നമ്മൾ നേരെ ഓടുക. ആർക്ക്? ഇസ്ലാമിക സമൂഹത്തിന്. നാടോടുമ്പോൾ നടുക്കേ ഓടലും ചേർന്നത്തിന്ന് നാട്ടിൽ നടുക്കഷ്ണം തിന്നലൊന്നും മുസ്ലിം ഉമ്മത്തിന് പറ്റൂല. അവര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യേണ്ടവരാണ്. അവരുടെ റോൾ മോഡൽ, അവരുടെ ഗൈഡ്, അവരുടെ വഴികാട്ടി, അവരുടെ മുർഷിദ്, അവരുടെ സയ്യിദ് മുഹമ്മദ് റസൂൽ. ഈ കാര്യത്തിൽ നമ്മൾ തീവ്രവാദികളാവണം. ഈ കാര്യത്തിൽ നമ്മൾ തീവ്രത ഉള്ളവരാവണം. ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല. സെക്യുലർ രാജ്യത്താണ് ജീവിക്കുന്നത്, സെക്യുലറിസത്തെ ബഹുമാനിക്കുന്നു. ബട്ട് ഞാൻ ഇസ്ലാമിക സംഹിതകളെ മാത്രമേ ജീവിതത്തിൽ കൊണ്ടു നടക്കൂ എന്ന് തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറുപ്പക്കാരൊക്കെ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ മുസ്ലിമാണ്, അന മിനൽ മുസ്ലിമീൻ, മുസ്ലിമാണ്, എന്റെ ശൈലി ഇസ്ലാമാണ്, ഞാൻ ഇസ്ലാമികമായ കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കൂ. അതിനിടയിൽ സെക്യുലറിസം ഒന്നും എന്നെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല. രാജ്യത്തിന്റെ ഒരു പാരമ്പര്യം എന്ന നിലയിൽ ഞാൻ അതിനെ ബഹുമാനിക്കും. രാജ്യത്തിന്റെ ഒരു പ്രൗഢി എന്ന നിലയിൽ ഞാൻ അതിനെ ആദരിക്കും, അംഗീകരിക്കും. പക്ഷെ ഞാൻ മതേതരനല്ല. എന്റെ മഹാനായ ഗുരുനാഥൻ മർഹൂം നാട്ടികവി മൂസ മുസ്ലിയാരുടെ പ്രയോഗം അങ്ങനെയാണ്. വലിയ മഹാപണ്ഡിതനാണ്, കേരളത്തിൽ ജീവിച്ചു പോയ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഒരേ സമയം മതപരമായ കാര്യത്തിലും രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിലും ഇടപെട്ട ഒരു മഹാപണ്ഡിതനാണ്. അപ്പോഴും അദ്ദേഹം പറയും, മതേതരത്വത്തെ അംഗീകരിക്കുന്നു, ഞാൻ മതേതരനല്ല, ഞാൻ മതവാദിയാണ്. നമ്മളും അങ്ങനെയാവണം. മതേതരത്വം എന്ന രാജ്യത്തിന്റെ ഒരു ശൈലിയെ നമുക്ക് അംഗീകരിക്കാം. നമ്മൾ മതേതരൻ ആവാൻ പാടില്ല, നമ്മൾ മതവാദിയാവണം, മതത്തിന്റെ ആളാവണം.
ഇസ്ലാമിക സംഹിതകളെ നമ്മളല്ലാതെ പിന്നെ ആരാ കൊണ്ടു കിടക്കുക? അക്കൂട്ടത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലി, ഈ വീട്ടുകാരി കൊണ്ടുവച്ച രുചിയുള്ള ഭക്ഷണം ഒരുപാട് നേരം അവിടെ നോക്കിയിരിക്കുകയാണ് റസൂലുള്ള. ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ബേജാറായി, എന്താണ് ഞാൻ കൊടുത്ത ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാത്തത്? അവര് ചോദിച്ചു, അല്ലയോ റസൂലുള്ളാഹ്, ഞാൻ അങ്ങേക്ക് താല്പര്യമുള്ള രുചിയുള്ള ഭക്ഷണമാണല്ലോ തന്നിരിക്കുന്നത്, എന്തേ കഴിക്കാത്തെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല, ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല. അപ്പൊ അടുത്ത ചോദ്യം, എന്തേ ഭക്ഷണത്തിൽ ബർക്കത്തില്ലാത്തത്? ഈ ഭക്ഷണത്തിൽ നിന്ന് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട്. ഈ ഭക്ഷണത്തിൽ നിന്ന് ചൂട് കാരണം ആവി പറക്കണുണ്ട്, പുക ഉയരുന്നുണ്ട്. പുക ഉയരുന്ന ഭക്ഷണം മനുഷ്യന് ചേരൂല, ആവി പറക്കണ ഭക്ഷണം മനുഷ്യന്മാർക്ക് ചേരൂല. ഈ അടുത്ത കാലത്ത് നടന്ന പഠനത്തിൽ ലങ്സ് ക്യാൻസർ വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചുട്ടുപൊള്ളുന്ന ഭക്ഷണം കഴിക്കൽ എഴുതി വെക്കപ്പെട്ടു. 1400 വർഷം മുമ്പാ പറയണത്, ഭക്ഷണത്തിൽ ബർക്കത്തില്ല. ബാരിക് ലനാ ഫീ ശഅബാൻ എന്ന് ദുആ ചെയ്യുന്ന മാസത്തിലെ ഒരു രാത്രിയിലാണ് ഭക്ഷണത്തിൽ ബർക്കത്ത് വേണമെന്ന ഒരു പാഠം പഠിക്കുന്നത്, ചൂടുള്ള ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന പാഠം പഠിക്കുന്നത്. ബാരിക് ലനാ എന്ന് പറഞ്ഞാൽ എന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ, എന്റെ ആഫിയത്തിൽ ബർക്കത്ത് തരണേ, എന്റെ ഇൽമിൽ ബർക്കത്ത് തരണേ, എന്റെ കൃഷിയിൽ ബർക്കത്ത് തരണേ, എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, എന്റെ യാത്രയിൽ ബർക്കത്ത് തരണേ, എന്റെ കുടുംബത്തിൽ ബർക്കത്ത് തരണേ, എന്റെ മക്കളിൽ ബർക്കത്ത് തരണേ. ബാരിക് ലനാ ഫീ ശഅബാൻ. ഇത് ദ്വാരക്കണ മാസത്തിലാണ് ബർക്കത്തുള്ള ഭക്ഷണം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തത്. ബർക്കത്തുള്ള ഭക്ഷണം, ചൂടുള്ള ഭക്ഷണത്തിൽ ബർക്കത്തില്ല. ഇനി നമ്മൾ അതിനെ ഉപേക്ഷിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ വേണ്ടാന്ന് വെക്കണം, നമ്മൾ വേണ്ടാന്ന് വെക്കണം. കാര്യം എന്തിന് ശരീരത്തെ നശിപ്പിക്കണം? ലങ്സ് ക്യാൻസർ വരാമെന്ന്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൂടിയ സമൂഹത്തിൽ ക്യാൻസർ വർദ്ധിച്ചില്ലേ? തട്ടുകടകളിലെ ഭക്ഷണം ഒരുപക്ഷെ സാധാ ഹോട്ടലിലെ ഭക്ഷണത്തെക്കാൾ നല്ലതായിരിക്കാം, കാരണം അപ്പപ്പോ പാചകം ചെയ്യുന്നുണ്ടോ മറ്റോ എനിക്കറിയില്ല. സൂക്ഷിക്കേണ്ടത്, പാചകം ചെയ്ത് തന്നാലും തണിയാനുള്ളൊരു ക്ഷമ ദയവ് ചെയ്ത് കാണിക്കണം, തണിയാനുള്ളൊരു ക്ഷമ കാണിക്കണം. ചൂടുള്ള ചായ കുടിക്കരുത്, ചൂടുള്ള വെള്ളം കുടിക്കരുത്. ഇത് റസൂലുള്ളാഹിന്റെ അധ്യാപനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. ജലീൽ ദാരിമിയുടെ സ്വന്തം അഭിപ്രായം ഒന്നും പറയുന്നില്ല. മുഅ്മിനീങ്ങളോട് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയാൻ, മുഅ്മിനീങ്ങളോട് ഞാൻ എങ്ങനെ എൻ്റെ സ്വന്തം അഭിപ്രായം? നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ വലിയ പ്രൗഢിയുള്ള ആളുകളാണ്. നിങ്ങളോട് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പ്രസംഗിക്കാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ഹദീസുകൾ അറിയുന്നവരാണ്, അത് നിങ്ങളുടെ മേന്മയാണ്. അപ്പൊ നിങ്ങളോട് സാധാ നാട്ടുവർത്തമാനം പറയുന്നതിൽ ശരിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ഇത് വേണ്ടുവോളമുണ്ട്. ഭക്ഷണം ഒരു സമൂഹത്തിന്റെ സംസ്കാരമാണ്. മാംസം കഴിക്കണമെന്ന് പ്രോത്സാഹിപ്പിച്ചു മുഹമ്മദുർ റസൂൽ. സയ്യിദുത് തആമി അഹ്ലുദ് ദുനിയാ വ അഹ്ലുൽ ജന്ന. സ്വർഗ്ഗലോകത്തെയും ദുനിയാവിലെയും ജനങ്ങളുടെ ഭക്ഷണത്തിലെ രാജാവ് അല്ലഹം, മാംസമാണ്. പക്ഷേ ഒരു തവണ മാംസം കഴിച്ചാൽ പിന്നെ ഒരുപാട് ദിവസത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറച്ചി കഴിക്കൂല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശവം പേറുന്ന ശരീരമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ശവം പേറുന്ന ശരീരമാക്കരുത്. എന്താ റസൂലുള്ളാഹ് അങ്ങനെ പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇറച്ചി തിന്നലാണ്. ആഴ്ചയിൽ 4-5 തവണ ഇറച്ചി എന്നല്ല, മാക്സിമം ഒരു മനുഷ്യന് 2 തവണയാണ് ശരീരത്തിന് പ്രശ്നം വരാതെ മാംസം കഴിക്കാൻ പറ്റുക. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശരീരത്തിന് പ്രയാസം വരാതെ ഒരു മനുഷ്യന് ആഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയുടെ അളവ് 2 ദിവസം. മൂന്നാമതൊരു ദിവസം കഴിക്കേണ്ടി വന്നാൽ അതിന് കഴിക്കേണ്ട മരുന്നിനെ കുറിച്ച് തിബ്ബുൻ നബവിയിൽ പറയുന്നു. ആഴ്ചയിൽ 3-ാമതൊരു തവണ ഇറച്ചി കഴിക്കേണ്ടി വന്നാൽ കഴിക്കേണ്ട മരുന്ന്, ഞാനത് പറഞ്ഞു തരൂല, പിന്നെ നിങ്ങൾ അപ്പേരും പറഞ്ഞിട്ട് ഇറച്ചി കഴിച്ചാളി. 3-ാമതൊരു തവണ കഴിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ ശരീരത്തിൽ അത് രോഗമാവാതിരിക്കാൻ എങ്ങനെ? എന്തൊരു അത്ഭുതകരമായ അധ്യാപനമാണ് റസൂലുള്ളാഹിന്റെ അധ്യാപനം. സ്വർഗലോകത്തെ ഭക്ഷണത്തിന്റെ രാജാവ്, ഭൂമിയിലെ ഭക്ഷണത്തിലെ രാജാവ് മാംസം. പക്ഷേ
കഴിക്കാൻ പാടുള്ളത് എപ്പോഴാ? വല്ലപ്പോഴും. അല്ലെങ്കിൽ രാജാക്കന്മാർ എപ്പോഴും കാണുമ്പോൾ ഒരു രസമില്ലല്ലോ. ഉണ്ടോ? രാജാവിന് എപ്പോഴും കാണാൻ പാടില്ലല്ലോ. അതിനതിന്റെ സമയം. ഇപ്പൊ ഖത്തീബ് ജുമാന്റെ തൊട്ട് മുമ്പല്ലേ വരാൻ പറ്റും. നേരത്തെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആ കറുത്ത കോട്ടിട്ട് നടത്തി കളിക്കാൻ വേണ്ട ഖത്തീബ്? നിങ്ങൾ പറയും. ഫിഖ് പറയുന്നത് എന്താണ്? ആ ലാസ്റ്റ് സമയത്ത് വാള് പിടിച്ചതിന് ശേഷം മെല്ലെ വരിക. അപ്പൊ കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു റായത്താണ്. ഇത് നേരത്തെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് നടത്താം. തീർന്നില്ലേ കഥ? അണ്ടല്ലേ മൂപ്പർക്കാതിന്റെ മിഹ്റാബിന്റെ പള്ളക്കൊരു സ്പെഷ്യൽ റൂം കൊടുക്കണ്. അപ്പൊ ബഹുമാനം ആദരവുകളൊക്കെ എപ്പോഴും ഉണ്ടാവാൻ പാടില്ല. അത് ആഴ്ചക്കൊരിക്കുക അല്ലെങ്കിൽ 2 ആഴ്ചക്കൊരിക്കുക അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. റസൂൽ ഒരു തവണ ഇറച്ചി കഴിച്ചാൽ പിന്നെ കുറേ കാലം ഇറച്ചി കഴിക്കൂല. കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. റസൂൽ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ച ആളൊന്നുമല്ല. വേണമെന്ന് വെച്ചാൽ എന്തും ലഭിക്കുമായിരുന്നിട്ടും വേണമെന്ന താല്പര്യം വന്നില്ല എന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. സ്വർണം മലകൾ സ്വർണ്ണാക്കി തരാന്ന് പറഞ്ഞു. കിട്ടാഞ്ഞത് കൊണ്ട് വേണ്ടാന്ന് വെച്ച ആളല്ല റസൂലുള്ളാഹ്. കിട്ടുമായിരുന്ന സന്ദർഭത്തിൽ വേണ്ടാന്ന് വെച്ചു റസൂൽ. ഇല്ലാത്തോണ്ട് ദാരിദ്ര്യത്തെ ആസ്വദിച്ച ആളല്ല മുഹമ്മദ് റസൂലുള്ളാഹി. ലഭിക്കുമായിരുന്നിട്ടും വേണ്ടാന്ന് വെച്ചു. ലഭിക്കുമായിരുന്നിട്ടും വേണ്ടാന്ന് വെച്ചു. അല്ലാണ്ട് ഇല്ലാത്തോണ്ട് പട്ടിണി കിടന്നു വയറിങ്ങനെ ചുരുണ്ടു അല്ല. ലഭിക്കുമായിരുന്നു പക്ഷെ വേണ്ടാന്ന് വെച്ചു. സൂക്ഷ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കും. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. നമുക്ക് ആ ശൈലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഒക്കെ ലഭിക്കുമായിരുന്ന സന്ദർഭത്തിലും ഇതൊക്കെ ആവശ്യത്തിന് മതിയെന്ന് തീരുമാനിക്കാൻ കഴിയണം. ഇതൊക്കെ ആവശ്യത്തിന് മതിയും തീരുമാനിക്കാൻ കഴിയണം. അപ്പം ഭക്ഷണത്തിൽ വലിയ പ്രൗഢിയുള്ള ഭക്ഷണമാണ് മാംസം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ദിവസം കൂടി പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ഉച്ചയിലാണ് ഇറച്ചി കഴിക്കാൻ നല്ലത്. ഇറച്ചി ഭക്ഷണമായി കഴിക്കാൻ നല്ല ദിവസം ഏതാ? വെള്ളിയാഴ്ച ഉച്ചയിലാണ്. പഴയ കാലത്തൊക്കെ ആകെ നാട്ടിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ കാലത്ത് പോത്തിനറക്കൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാൻ ദീൻ ഇസ്ലാം പുറത്തുനിന്നൊരു തമാശ പറയില്ലേ നമ്മുടെ നാട്ടിൽ? ഇവിടെ ഒന്നുമില്ല അല്ലേ? ഇവിടെ പറയില്ലല്ലോ. വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാത്ത ദീൻ ഇസ്ലാം എന്ന് പുറത്താന്ന് പറയും. കണ്ണൂർ അങ്ങനെ ഒരുപാട് തമാശ ഉണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടിട്ടാവില്ല നിങ്ങള്? വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വാക്കല്ലേ വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചില്ല ദീൻ ഇസ്ലാം എന്ന്. അപ്പൊ എല്ലാ വീട്ടും വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങും. ശരിയാണ്, അതൊരു ശരിയായ ഇൽമാണ്. വെള്ളിയാഴ്ച ദിവസം ശരീരത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റം, രക്തത്തിൽ വരേണ്ടുന്ന അത്ഭുതകരമായ മാറ്റം, ആ മാറ്റത്തിലേക്ക് ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ പെരുന്നാൾ പോലെ ആഘോഷിക്കുന്ന എന്നതിന്റെ രഹസ്യം എന്താണ്? ശരീരക്ഷമത. ഇന്നിപ്പോ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യം ഉണ്ടാകുന്ന രാവിലാണ് ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഒരു മനുഷ്യന് രോഗത്തിന് ശിഫ കിട്ടുന്ന രാത്രിയിലാണ് ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഈ രാത്രിയുടെയും ഈ മാസത്തിന്റെയും പ്രത്യേകത എന്താ? ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള മാസം ശഅബാൻ. ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള സമയം വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശക്തി ഉണ്ടാകുന്ന സമയം, ഏറ്റവും ശക്തി എനർജി ഉണ്ടാകുന്ന സമയം വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി. എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചവരെ അതിന്റെ ആഘോഷമായി. യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ്. അല്ലാണ്ട് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസങ്ങൾ എന്ന് മാത്രം അർത്ഥം വെക്കണ്ട. മനുഷ്യ ശരീരത്തിൽ ഗുണങ്ങളെ, നന്മകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം യൗമുൽ ജുമുഅ, ജുമുഅ ചെയ്യപ്പെടുന്ന ദിവസം, അനുഗ്രഹീത ദിവസം, ദിവസങ്ങളിലെ രാജാവ്. അതിന്റെ രാത്രിയിലാണ് നമ്മൾ, അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ചില മഹാന്മാര് ദ്വാരക്കണില്ലേ വ്യാഴാഴ്ച അസ്തമിച്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ ആക്കണം. എന്തേ? സിഹത്തുള്ള സമയത്തുള്ള മരണം വല്ലാത്ത മരണമാണ്. സിഹത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. ആരോഗ്യത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുന്ന നേരത്ത് ആ സമയത്തുണ്ടായ പനി രോഗമാണെന്ന് തെറ്റിദ്ധരിച്ച് മന്ത്രിച്ചപ്പോൾ ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹാക്കും ജഅഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹുവിനും കൊടുത്ത ഉപദേശത്തിൽ നിന്നാണ് ആ പാഠം കിട്ടുക. രോഗിയായി കിടന്ന റസൂലുള്ളാഹി വഫാത്തായതല്ല, ആ രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അവിടുന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല. ഐഷ ബീബി മന്ത്രിക്കാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ വഫാത്തിന്റെ വേളയിലും ആരോഗ്യവാനാണ്. അല്ലാഹു ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അപ്പം എന്റെ മരിപ്പിക്കണ എപ്പോഴ്? ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ, വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ എനിക്ക് മരിക്കണം. എന്തുകൊണ്ട്? ഏറ്റവും ഉശിരുള്ള സമയത്ത്, ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത്, ഏറ്റവും നന്മകൾ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രാത്രിയിൽ, അതിന്റെ പകലിൽ.
ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അന്നത്തെ അങ്ങനെ ഒരു